കഴിഞ്ഞ 70 വർഷമായി തങ്കമ്മ ആ പള്ളിയും പരിസരങ്ങളിലൊക്കെ വൃത്തിയാക്കുന്നു. അതും യാതൊരു പ്രതിഫലവും കാംക്ഷിക്കാതെ. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മാതൃക. നമ്മുടെ കേരളം എന്നത് മതസൗഹാർദ്ദത്തിന്റെ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് ഈ തങ്കമ്മയുടെ ഈ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം. ഒരു 10-12 വയസ്സുള്ളപ്പോ വന്ന് വിറ്റടിക്കും, വെള്ളം കോരി അതിൽ നിറയ്ക്കും. അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തിരുന്നത് ഞാനും ചേച്ചിയാണ്. ചേച്ചി മരിച്ചു 4 കൊല്ലമായി. എല്ലാ ദിവസവും നേരം വിളിച്ചാകുമ്പോ ഞാൻ വന്നു അവിടെ അടിച്ചു. അവരുടെ 12ാമത്തെ വയസ്സിലാണ് ഇങ്ങനെയുള്ള ഒരു കർത്തവ്യം അവർ ഏറ്റെടുത്തത്. ഇപ്പോൾ ഏകദേശം 82ഓളം വയസ്സുണ്ട്. അവരുടെ ഇതിനു ശേഷം അവരുടെ മകളും കൂടി ഈ കർത്തവ്യം ഏറ്റെടുത്ത് ഇരിക്കുകയാണ്. ഒരു മുസ്ലിം പള്ളി ഇങ്ങനെ യാതൊരു വിധ പ്രതിഫലവും കാംക്ഷിക്കാതെ വൃത്തിയാക്കി അതൊക്കെ വെടിപ്പ് നല്ല രീതിയിൽ ഇതര മതവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുക എന്നത് ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വം എന്ന് നമുക്ക് പറയാം, അഭിമാനത്തോടു കൂടി പറയാം. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില ക്ഷുദ്രജീവികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ നാളുകളായി ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും തന്നെ അവരുടെ ശ്രമം വിജയിച്ചിട്ടില്ല എന്നതാണ്. ഏതായാലും ഇത്തരമുള്ള ഒരു നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന തങ്കമ്മക്ക് നമ്മുടെ മതേതര കേരളത്തിന് ഏറ്റവും ഉദാത്തമായ മാതൃക കാണിക്കുന്ന തങ്കമ്മക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഇനിയും തങ്കമ്മക്ക് ഇനിയും ഈ ജോലി ഇനിയും ഒരുപാട് നാളുകൾ ചെയ്യാനുള്ള ആരോഗ്യവും ശക്തിയും ആയുസ്സും സർവശക്തൻ തരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.